Good day to all of you. In the JEE-MAIN Model exam in November 26 JEE-MAIN 7th Model exam ചെയ്തതിൻ്റെ question discussion ആണ്. So we'll start. ആദ്യത്തെ simple pendulum, bob of mass m, conducting wire of length L, figure കാണിച്ചിട്ടുണ്ട്, swinging under gravity through an angle 2 theta. So that means ഈ ആംഗിൾ ഇവിടം തൊട്ട് ഇവിടം വരെ സ്വിങ് ചെയ്യണം. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിളും തീറ്റ. Earth's magnetic field is perpendicular to the swing. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ. ഇനി മാക്സിമം പി ഡി ഇൻഡ്യൂസ്ഡ് അക്രോസ് പെൻഡുലം. അപ്പോൾ പെൻഡുലം ഇങ്ങനെ ഇവിടെ നിന്ന്, ഇതാണ് അതിൻ്റെ ബോബ്, അതിങ്ങനെ സ്വിങ് ചെയ്ത് ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ വെലോസിറ്റി മാക്സിമം മീൻ പൊസിഷൻ. താഴോട്ട് വരുമ്പോൾ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. സോ ഈ എച്ച്, ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഈ ഇനിഷ്യലി വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇസ് അറ്റ് എ ഹൈറ്റ് എച്ച്. അപ്പോൾ എച്ച് താഴോട്ട് വരും. ദാറ്റ് മീൻസ് ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി mgh ഇസ് കൺവേർട്ടഡ് ടു ഹാഫ് mv², അല്ലെങ്കിൽ v² എന്ന് പറയുന്ന 2gh. ഇവിടുത്തെ വെലോസിറ്റി കാണണം. അത് കഴിഞ്ഞാൽ ലെങ്ത് എൽ, വെലോസിറ്റി വി, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ, അതുകൊണ്ട് BLV, PD കാണാൻ വേണ്ടി. സോ എച്ച്, ഇപ്പം ഇവിടെ v² ഇസ് ഈക്വൽ ടു 2gh. എച്ച് എന്താണ്? എച്ച് എന്ന് പറയുന്നത് എൽ ഇൻറ്റു, ഇത് ടോട്ടൽ ലെങ്ത് എൽ, ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഇത് എൽ കോസ് തീറ്റയാണ്. സോ ദാറ്റ് മീൻസ് എച്ച് എന്ന് പറയുന്ന എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, എൽ മൈനസ് എൽ കോസ് തീറ്റ, എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ഇതാണ് എച്ച്. പക്ഷെ ആൻസറിൽ കോസ് തീറ്റ ഫോമായിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin² θ/2. സോ ദിസ് ഇസ് എൽ ഇൻറ്റു 2 sin² θ/2. ഇതാണ് എച്ച്. H is equal to L into 2 sin² θ/2. So v² is 2gh. അപ്പോൾ v² is 2gl, L into 2 sin² θ/2. ഇത് v². അപ്പോൾ v എന്തോ വരും? ഇതിൻ്റെ റൂട്ട്. അപ്പോൾ 2 into 2 4ൻ്റെ റൂട്ട് 2, gl മാത്രം റൂട്ടിലാണ്. പിന്നെ sin² θ/2ൻ്റെ റൂട്ട് sin θ/2. ഇതാണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഈ പോയിന്റിലെ വെലോസിറ്റി വി മാക്സിമം ആണ് കണ്ടത്. വി മാക്സിമം, ലെങ്ത് എൽ, വെലോസിറ്റി പെർപെൻഡിക്കുലർ, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് അകത്തോട്ടോ പുറത്തോട്ടോ. അപ്പോൾ ബിയും എല്ലും വിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ. സോ ഇൻഡ്യൂസ് EMF മാക്സിമം ഈസ് BLV. സോ അത് BLEV 2√GL sin θ/2. അപ്പോൾ BL 2BL sin 2BL sin θ/2 √GL. ഓൾറൈറ്റ്. ഇതിനെ വേണമെങ്കിൽ ആ എല്ലും L⁻½ എടുത്ത് L⁻³ ഫോമിൽ എഴുതായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇത് ചോയ്സ് 1. ഓൾറൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. A conducting rod rotating constant angular velocity about an axis through O and perpendicular to its length, uniform magnetic field parallel to the axis of rotation. അപ്പോൾ axis of rotation ഇതാണ്. Rod is rotating in the plane of the paper. Axis of rotation ഇത്. Magnetic field parallel to the axis എന്ന് പറയുമ്പോൾ magnetic field is perpendicular to the plane of the figure. So ഇവിടെ റോഡ് റൊട്ടേറ്റിംഗ്. സോ ഈ പൊസിഷനിൽ ഇതൊരു ലെങ്ത് 2L, ഇതിനെ QO എന്ന് വിളിക്കാം. ഈ ഭാഗം OP, അതിൻ്റെ ലെങ്ത് 4L. കാണിച്ചിരിക്കണ ഇങ്ങനെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് പോകണോ, ഇവിടെ ഇങ്ങോട്ട് പോകണം. ദാറ്റ് മീൻസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് V ഇങ്ങോട്ട്, ഇവിടുത്തെ V ഇങ്ങോട്ട്.
മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടാണോ പുറത്തോട്ടാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ അഥവാ അകത്തോട്ടെന്ന് എടുത്താൽ, അപ്പോൾ ഇവിടെ ഇൻ ടു ദ പേപ്പറാണ്, ഇവിടെ വി പെർപെൻഡിക്കുലർ, ലെങ്ത് എൽ. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് റോഡ് റൊട്ടേറ്റിംഗ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഹാഫ് ബി എൽ സ്ക്വയർഡ് ഒമേഗ. പക്ഷേ ഇവിടുത്തെ വിയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ട് ഇ എം എഫും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓൾറൈറ്റ്. സോ ഇവിടെ ഇപ്പം നമ്മുടെ പടത്തിൽ ബി ഇൻറ്റു എന്ന് പറഞ്ഞിട്ടില്ല, പെർപെൻഡിക്കുലർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒ ക്യൂ ഭാഗം എടുത്താൽ നമ്മുടെ ഫിഗറിൽ ബി അകത്തോട്ട് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ മാത്രം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വി ക്രോസ് ബി ആണ്. ഡയറക്ഷൻ അലോങ് വി ക്രോസ് ബി, ഡയറക്ഷൻ ഈക്വൽ ടു വി ക്രോസ് ബി എന്നല്ല, ഡയറക്ഷൻ അലോങ് വി ക്രോസ് ബി, അല്ലെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ചെയ്യണം. അപ്പോൾ വി എൻ്റെ മൈനസ് ജെ ക്രോസ് ബി അകത്തോട്ട് മൈനസ് കെ, അപ്പോൾ പ്ലസ് ജെ ക്രോസ് കെ. ജെ ക്രോസ് കെ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ ഈ ക്യൂ ഒ എന്നുള്ളത് ഇങ്ങനെയാണ്. ഇതാണ് ഈ വൺ. ഇത് ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഇതാണ് ക്യൂ ഒ, ഇത് ഓപ്പോസിറ്റ് വരും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പോസിറ്റീവ് വരും E2. അത് ഇതുപോലെ വി ക്രോസ് ബി ഇട്ട് നോക്കാം. സോ ദാറ്റ് മീൻസ് E1 E2 തമ്മിൽ കുറയ്ക്കുകയാണ്. ദി ഒൺലി ആസ്റ്റ് യു പി ഡി, ഏത് മൈനസ് ഏതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ വി ക്യൂ പ്ലസ് E1 മൈനസ് E2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പി എന്ന് വരും. അപ്പോൾ പി ഡി എന്ന് പറയുമ്പോൾ E1 E2 തമ്മിലുള്ള ഡിഫറൻസ്, അതുകൊണ്ടാണ് മൈനസ് സൈൻ ഇടാത്തത്. സോ പി ഡി E1 E2 തമ്മിലുള്ള ഡിഫറൻസ്, ബിഗർ മൈനസ് സ്മോളർ. ഇവിടെ E2 എന്ന് പറയുന്നത് ഹാഫ് ബി ലെങ്ത് 4L ആൻഡ് E1 എന്ന് പറയുന്നത് ഹാഫ് ബി ലെങ്ത് 2L. ഓക്കെ. അപ്പം തമ്മിൽ കുറയ്ക്കണം. ബിഗർ മൈനസ് സ്മോളർ, E2 മൈനസ് E1, E2 മൈനസ് E1 ഹാഫ് ബി എൽ സ്ക്വയർഡ് ഒമേഗ വെളിയിലെടുത്താൽ ബാക്കി എന്താ? 16 മൈനസ് 4, 4 സ്ക്വയർഡ് മൈനസ് 2 സ്ക്വയർഡ്, 16 മൈനസ് 4 12. അപ്പോൾ 12/2 6. അപ്പോൾ ആൻസർ 6B L സ്ക്വയർഡ് ഒമേഗ എന്ന് വരും. 6B L സ്ക്വയർഡ് ഒമേഗ. ചോയ്സ് 1. ഓൾറൈറ്റ്. നമ്പർ 3, varying magnetic flux. അപ്പോൾ x is a function of time. So magnetic flux x t squared. അപ്പോൾ t മാറുമ്പോൾ 5 മാറും, അതാണ് varying magnetic flux. At t is equal to 3 seconds EMF induced. അപ്പോൾ EMF induced minus d∅/dt. So minus x into differentiation of t squared 2t. Where t 3 seconds ആണ്. അപ്പോൾ minus x into 2 into 3. So minus 6x. ഇതാണ് induced EMF 9 volt. So what is x? So x will be minus 9/6 minus 3/2 minus 1.5. Okay. So x. അപ്പോൾ x എന്ന് പറയുമ്പോൾ E/t. So clear? So E എന്ന് പറയുന്നത് d∅/dt. So answer minus 1.5 Weber per second square. That's clear? അടുത്ത question. Number 4. Long straight hollow conductor. അപ്പോൾ ഇതാണ് കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ പല വണ്ണാണ്, പക്ഷെ ആക്സിസ് സെയിം ആണ്. ആക്സിസ് ഇതാണ്, ത്രൂ ഔട്ട് ആക്സിസ് സെയിം. പോയിന്റ്സ് 1 2 3 എന്ന് പറയുന്നത് ആ പോയിന്റ്സ് ആണ്. ആർ പോയിന്റ്സ് ഓൺ ദ ലൈൻ പാരലൽ ടു ദി ആക്സിസ്. അപ്പോൾ ഇതും പാരലാണ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ദൂരവും സെയിം ആണ്. ഇതെല്ലാം മാവാണ്, 3 കേസിൽ മാവാണ്. സോ കറണ്ട് മേലിലോട്ട്, അതായത് കറണ്ട് ആക്സിസിൽ കൂടെ പോകണം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് കണ്ടക്ടർ, റൈറ്റ് ഹാൻഡ് μ0I/2πr. I സെയിം, R സെയിം. അപ്പോൾ എല്ലാ പോയിന്റ്സ് 1 2 3 മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്, μ0I/2πr. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടക്ടർ ABOCD moves along its bisector എന്ന് പറഞ്ഞാൽ നടുക്കൂടെ വിത്ത് എ വെലോസിറ്റി. അപ്പോൾ V ഇങ്ങനെ. സോ ദാറ്റ് മീൻസ് സൈഡ്സ് AB യും CD യും പാരലൽ ടു V ആണ്. അത് EMF ഉണ്ടാക്കില്ല.
we have to find the component of the conductor, length of the conductor perpendicular to V. So AB, CD does not contribute. BOD, BOD, either BO, either BOD alla C. BOC, ഓരോ സൈഡും ലോങ് 4 sides 1 2 3 4 ഓരോ സൈഡും 1 മീറ്ററാണ്. 1 മീറ്ററാണ്. എനിക്ക് വേണ്ടത് ഇതാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്താ വരും? ഇത് L ആണെങ്കിൽ L is √1² + 1², √2. ഇതാണ് ലെങ്ത്, √2 മീറ്റർ. അപ്പോൾ ലെങ്ത്, വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു. So induced EMF, induced ആണ്, induced EMF between points A and B. So ഇത് A and D ഇവിടെ A and D. അപ്പോൾ A and Dയുടെ ഇഫക്റ്റീവ് ലെങ്ത് ആണ് L √2. സോ induced EMF ഏത് പ്രസ് എന്നൊന്നും ചോദിച്ചില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം BLV. സോ B മാഗ്നറ്റിക് ഫീൽഡ് 1 വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടെസ്ല, ലെങ്ത് √2. Velocity is also 1 meter per second. So answer √2, which is 1.414 volt. Choice 2. Okay. Another question. Number 6. Two solenoids A and B placed close to each other and sharing the same cylindrical axis. അപ്പോൾ ഇതൊരു സിലിണ്ടർ ആണ്. ഇതിൽ 2 സോളിനോയിഡ് ഉണ്ട്. അതായത് 2 കോയിൽസ് പ്ലേസ് പാരലൽ ടു ഈച്ച്. ഇതൊരു സോളിനോയിഡ്, ഇത് വേറെ സോളിനോയിഡ്. സോ ഇറ്റ് ഓൺലി മീൻസ് 2 കോയിൽസ് പ്ലേസ്ഡ് നിയർ ഈച്ച് അതർ. ഇപ്പം തമ്മിൽ സെൽഫ് ഇൻഡക്ഷൻ, അവർ ഓരോ കോയിലും സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്, രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരാൾ A ആണ്, മറ്റേ ആൾ B ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ A 400 ടേൺസും number of turns in B 700 turns. Current 3.5 ampere in E. അപ്പോൾ കറണ്ട് ഇൻ A ആണ് 3.5 ampere. Flux of 300 Tesla meter square, that is magnetic flux Weber through each turn of A. നമുക്ക് വേണ്ട മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതുകൊണ്ട് സെൽഫ് ഇൻഡക്ഷൻ ഈ കോയിലിന് വേണ്ട. അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ A കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ B കൂടെ ഫ്ലക്സ്, ഇതിനുള്ളിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ B എന്ന് പറയുമ്പോൾ M ഇൻറ്റു കറണ്ട് ഇൻ A, അത് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒരു കോയിലിലെ ഫ്ലക്സ്, മറ്റേ കോയിലിൽ കറണ്ട്, ബിക്കോസ് യു വാണ്ട് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ ടു. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ B, ഈച്ച് ടേൺ ഓഫ് ബിയിലെ ഫ്ലക്സ് 90. അങ്ങനെ ബിയിൽ എത്ര ടേൺസ് ഉണ്ട്? ബിയിൽ 700 ടേൺസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു 5. അപ്പോൾ 700 ഇൻറ്റു ഫ്ലക്സ് ഇൻ ഈച്ച് ടേൺ ഓഫ് ബി 90 മൈക്രോ ടെസ്ല. 90 ഇൻറ്റു 10⁻⁻6. അതാണ് NB 5B ഇസ് ഈക്വൽ ടു M ഇൻറ്റു കറണ്ട് ഇൻ A. കറണ്ട് ഇൻ A 3.5. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തോ വരും? M ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു 9 ഇൻറ്റു 10⁻³ താഴെ 3.5. 3.5 7ഉം 2. 9 ഇൻറ്റു 2 18. അപ്പോൾ M ഇസ് ഈക്വൽ ടു 18 ഇൻറ്റു 10⁻³ ഹെൻറി, അല്ലെങ്കിൽ 1.8 ഇൻറ്റു 10⁻² ഹെൻറി. ഓക്കെ, അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. So mutual inductance between the two solenoids. Okay. At the question number 7. The figure looks complicated. വായിക്കുമ്പോൾ അതിലൊന്നുമില്ല. Space is divided by the line AD into 2 regions. ഇപ്പോൾ ഇപ്പോഴത്തെ region, ഇപ്പോഴത്തെ region. Region 1 field free ആണ്, and region 2 has a uniform magnetic field directed into the plane of the paper. ACD semi-conducting loop of radius R, center O, semicircle ആണ്, center O. Plane of the loop is in the plane of the paper. അപ്പോൾ ഈ plane of that semicircle is in the plane of the paper. Magnetic field perpendicular to the plane. The loop is made to rotate with constant angular velocity about an axis through O perpendicular. That is ഈ പേന വെച്ചിരിക്കുന്ന ഈ axis.
effective resistance of the loop, induced current. അപ്പോൾ ആകെ induced EMF half B R square omega തന്നെയാണല്ലോ. സെമി സർക്കിൾ ആയാലും സർക്കിൾ ആയാലും half B R square omega. Only thing is magnetic field should be perpendicular to the axis and coil should rotate in the magnetic field parallel to the axis, that is perpendicular plane. Coil rotating in a particular plane, axis and B parallel. Upon radius of the coil R, so half B R square omega. So half ഇവിടെ അക്ഷരമാണ്. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ? ഹാഫ് ബി ആർ സ്ക്വയർ ഒമേഗ. ഇതാണ് ഇൻഡ്യൂസ് ഇ എം എഫ്. റെസിസ്റ്റൻസ് ആർ. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ് ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ബി ആർ സ്ക്വയർ ഒമേഗ ബൈ 2R. ബി ആർ സ്ക്വയർ ഒമേഗ ഡിവൈഡഡ് ബൈ 2R. ചോയ്സ് 1. ഇതാണ് ഇൻഡ്യൂസ് കറണ്ട് ഇൻ ദ ലൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. A wheel with 500 metallic spokes. Same concept ആണ്. അതായത് ഒറ്റ റോഡ് ലെങ്തിൽ rotating with an angular velocity omega. Magnetic field perpendicular to the plane. Either ഈ point about an axis through O perpendicular to the plane. Axis parallel to B. Induced EMF half B L squared omega. ഇത് ഒരു കമ്പിക്ക് പകരം എത്ര കമ്പി വന്നാലും ഇറ്റ് ഈസ് ഈക്വലൻ ടു എ നമ്പർ ഓഫ് സെൽസ് ഓഫ് ഇ എം എഫ് ഇ ഇൻ പാരലൽ. പാരലലിൽ ഐഡൻറ്റിക്കൽ ഇ എം എഫ് ആകുമ്പോൾ ഇഫക്റ്റീവ് ഇ എം എഫ് ഇ തന്നെയാണ്. അതുകൊണ്ട് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ നമ്പർ ഓഫ് സ്പോക്സ്. അതുകൊണ്ട് 500ൻ്റെ ആവശ്യമില്ല. ഇൻഡ്യൂസ് ഇ എം എഫ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ, വേർ ഒമേഗ ഇസ് 2π എഫ്. എഫ് ആണ് കാണാൻ പറഞ്ഞത്. സോ ഇൻഡ്യൂസ് ഇ എം എഫ് എത്ര? 0.01 വോൾട്ട്. So in the formula E is equal to half B L squared omega. 0.01 volt എന്ന് പറയുമ്പോൾ 10⁻², half magnetic field അതാണ് ഫ്ലക്സ് ഡെൻസിറ്റി 5 × 10⁻⁴. ലെങ്ത് 1 മീറ്റർ ലോങ്. ഓരോ കമ്പിയും 1 മീറ്റർ 1 സ്ക്വയർ. ഒമേഗ ഒമേഗ കണ്ടുപിടിച്ചിട്ട് എഫ് കാണാം. സോ ഒമേഗ ബിക്കംസ് 2 into 10⁻² divided by 5 into 10⁻⁴. So which is 2/5, 0.4 into -4 molipom 10⁻². ഇത് omega which is equal to 2πf. അപ്പോൾ എഫ് എന്തുവാണ്? എഫ് is 0.4 into 10⁻² എന്ന് പറയുമ്പോൾ 40/2π. That means 20/π. അത്രയും revolutions per second. Frequency. Choice 2. Okay. അടുത്ത question. A rectangular loop circuit has a sliding wire PQ. അപ്പോൾ PQ ആണ് കണ്ടക്ടർ. PQ കണ്ടക്ടർ. അതിൻ്റെ ലെങ്ത് L. Magnetic field perpendicular to the paper. Resistance of that wire PQ bigger ആണ്. Wire PQ moves with the velocity V. Velocity V, magnetic field into the paper, direction of induced EMF only Fleming's right hand rule ചെയ്യണം. forefinger magnetic field, thumb motion, middle finger direction of induced current, അല്ലെങ്കിൽ direction of induced EMF is along V cross B. So V cross B, along V cross B. Velocity x-axis I cross B അകത്തോട്ട് മൈനസ് കെ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. ഇസ് ഈക്വൽ ടു പ്ലസ് കെ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു ജി. ജി എന്ന് പറയുമ്പോൾ വൈ ആക്സസ്. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ പി പോസിറ്റീവ് ക്യൂ നെഗറ്റീവ്. ഇതാണ് ഇൻഡ്യൂസ് ഇ എം എഫ്. ഇൻഡ്യൂസ് ഇ എം എഫ് ഇസ് ബി എൽ വി. അപ്പോൾ ഈ കണക്കിൽ ഇവിടെ ബാറ്ററി ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ഇവിടെ കൂടെ കറണ്ട് പോയി കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആറും ബിഗാറും ഈ ബിഗാറും പാരലലാണ്. എന്ത് ചോദിച്ചു? കറണ്ട് ത്രൂ ദ വയർ പി ക്യൂ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ സെൽ എന്നർത്ഥം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ നെറ്റ് എന്ന് പറയുമ്പോൾ ബിഗാർ പാരലൽ ബിഗാർ, പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂട്ടണം, അതും ബിഗാറാണ്.
അപ്പോൾ R by 2 plus R, 3R by 2. ഇതാണ് total resistance. So current will be EMF divided by total resistance, BLV divided by 3R, 2 mole. 2 BLV divided by 3R. Choice 4. Okay. Another question, number 10. Two loops carrying current in opposite sense. Current in opposite sense. അപ്പോൾ ഇവിടെ ഇത് anti-clockwise. Anti-clockwise ആകുമ്പോൾ ഇയാൾ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ ക്ലോക്ക് വൈസ്, അപ്പോൾ ഇങ്ങോട്ടാണ്. ഇതായത് നമ്പർ 1 ഇങ്ങോട്ടാണ്. ഇത് ക്ലോക്ക് വൈസ് വരുമ്പോൾ ഇങ്ങോട്ട്, B2 ഇങ്ങോട്ട്. ഇപ്പുറത്തുനിന്ന് ക്ലോക്ക് വൈസ് ആകുമ്പോൾ മറുവശത്തുനിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് തോന്നും. അപ്പോൾ B2 അങ്ങോട്ട്. സോ നടുഭാഗത്ത് B1 ആൻഡ് B2 ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇനി ദേ ആർ പ്ലേസ് പാരലൽ ടു ഈച്ച് അതർ. രണ്ടുപേരും അടുത്തോട്ട് വരുമ്പോൾ B1 ഉം B2 ഉം കൂടും, പക്ഷേ തമ്മിൽ കുറയ്ക്കുകയാണ്. ഐ മീൻ ഇറ്റ്സ് യു ആർ സബ്ട്രാക്ടിങ് ബിക്കോസ് ദ ടു ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ മിഡിൽ റീജിയൻ കുറയും. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും ഇൻഡ്യൂസ് EMF അല്ലേ. അതുകൊണ്ട് കൂട്ടാൻ നോക്കണമെങ്കിൽ എന്താ പറ്റും, രണ്ടിൻ്റെയും കറണ്ട് കൂടും. സോ ഇൻ ബോത്ത് ഓഫ് ദം കറണ്ട് ഇൻക്രീസസ്. ഓൾറൈറ്റ്. Induced EMF always opposes the change in magnetic flux. Next question. An axle of a truck is 2.5 meter long. Axle endana the rod connecting the only front inde രണ്ട് ടയർ തമ്മിൽ കണക്ട് ചെയ്യണത്, അല്ലെങ്കിൽ ബാക്കിലെ രണ്ട് ടയർ കണക്ട് ചെയ്യണം. സോ ഇതാണ് റോഡ്. ദ റോഡ് കണക്ടിങ് ദ ടു. ഇത് വീല്, ഇതൊരു വീല്, അങ്ങനെ. അതുപോലെ ഇവിടെ വീല്. ഇതാണ് ആക്സിൽ. സോ ആക്സിൽ ഓഫ് എ ട്രക്ക് 2.5 meter long. ട്രക്ക് ഇസ് മൂവിങ് നോർത്ത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോർത്ത് നിന്ന് എടുത്തു. ട്രക്ക് ഇസ് മൂവിങ് നോർത്ത് at 30 meter per second. അപ്പോൾ ഈ വെലോസിറ്റി 30 meter per second. ലെങ്ത് ഇത്. അപ്പോൾ ലെങ്ത്തും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ. vertical component of the Earth's magnetic field. അപ്പോൾ north, south, east, west. Magnetic field to the north എന്ന് പറഞ്ഞാൽ vertically up അല്ലേ. ഇതിപ്പോൾ ഞാൻ ബോഡി വരച്ചു. നമ്മുടെ പേപ്പറിലാവുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേപ്പറിൽ ഞാനിത് അങ്ങോട്ട് ടുവേർഡ്സ് ദ ബോർഡ് നോർത്തെന്ന് എടുത്തു. അപ്പോൾ റൈറ്റ് സൈഡ് ഈസ്റ്റ്, ഇപ്പുറത്ത് വെസ്റ്റ്, അങ്ങോട്ടുള്ളത് സൗത്ത്. ഓക്കെ. അപ്പോൾ vertically up. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വേർട്ടിക്കലി അപ്പ് എടുത്തു. ദെൻ ഇൻഡ്യൂസ് EMF എന്താ, PD ബിറ്റ്വീൻ ദ ടു എൻഡ്സ്. അപ്പോൾ ഈ V ക്രോസ് B, ഡയറക്ഷൻ ഓഫ് E എലോങ് V ക്രോസ് B. അപ്പോൾ വെലോസിറ്റി ഇപ്പം എൻ്റെ പടത്തിൽ J. മാഗ്നറ്റിക് ഫീൽഡ് വേർട്ടിക്കലി അപ്പ്. ട്രക്ക് ഇസ് മൂവിങ് നോർത്ത്. അപ്പോൾ J ക്രോസ് K എന്ന് പറയുമ്പോൾ I. ഏത് ഹെമിസ്ഫിയറിലാണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഐ എം ടേക്കിംഗ് BV ടു ബി വെർട്ടിക്കലി അപ്പ് എനിഹൗ. സോ J ക്രോസ് K I. സോ ഇവിടെ I എന്ന് പറയുമ്പോൾ എലോങ് ദി എക്സ് ആക്സിസ് ഇവിടെ. അപ്പോൾ ടുവേർഡ്സ് ഈസ്റ്റ്. സോ ദാറ്റ് മീൻസ് ഈ ആക്സിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഇതാണ് ഇൻഡ്യൂസ് EMF. അപ്പോൾ ഈ എൻഡ് പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഏത്, ഈസ്റ്റ് എൻഡ് പോസിറ്റീവ്. ഇനി EMF എന്താണ്? EMF ബിയും എല്ലും വിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇൻഡ്യൂസ് EMF BL. ബി എന്താണ്? ബി 90 മൈക്രോ ടെസ്ല. 90 into 10⁻⁻⁶. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ 2.5. വെലോസിറ്റി 30. 25 into 3, 75 into 9 into 10⁻⁻⁵. 45, 675 into 10⁻⁻⁵ volt. അപ്പോൾ 6.75 into 10⁻⁻³ volt. 6.75 millivolt. ഓക്കെ. ഈസ്റ്റ് എൻഡ് പോസിറ്റീവ്. നമ്മുടെ പടത്തിൽ എവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇപ്പം ഞാനിതിപ്പോൾ നോർത്ത് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ എവിടെയാണ് നോർത്ത് എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈസ്റ്റ് ആൻഡ് പോസിറ്റീവ് പറയും. അടുത്ത് coil of area 10 meter squared. അപ്പോൾ ഏരിയ 10 meter squared. Magnetic field 0.3 Weber per meter square Tesla. Plane of the coil perpendicular to the field. Plane of coil
perpendicular to field. Perpendicular to field. അപ്പോൾ വെക്റ്റർ എ പാരലൽ ടു ഫീൽഡ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ബി എ കോസ് 0 മാക്സിമം. ബി എ കോസ് 0 മാക്സിമം ആയി. സോ ബി ഇൻറ്റു എ, ബി 0.3 ഇൻറ്റു 10, 3 വെപ്പർ. ഇനി ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ, മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം. ഇനി coil rotates at a uniform rate to complete one revolution in 8 seconds. It's rotating at a uniform rate to complete one revolution in 8 seconds. Average induced EMF when the coil rotates from 0 to 90. 0 to 90. അപ്പോൾ 0 to 90 ഒരു റൊട്ടേഷനാണ് 8 സെക്കൻഡ്സ്. കോൺസ്റ്റൻറ്റ് സ്പീഡോടെയാണ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ 1/4, 0 to 90 എന്ന് പറയുമ്പോൾ 1/4 റൊട്ടേഷൻ. 1/4 റൊട്ടേഷൻ ആകുമ്പോൾ സമയം 8/4, 2 seconds. അപ്പോൾ ടൈം 2 seconds. അപ്പോൾ ഇൻഡ്യൂസ് EMF ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ടൈം, അപ്പോൾ 3/2 വോൾട്ട്. അപ്പോൾ തുടക്കത്തിൽ 3/2, ദാറ്റ് മീൻസ് ആദ്യത്തെ 0 to 90, പിന്നെ 90 to 180, ദാറ്റ് മീൻസ് 180. സോ ഇവിടെ ആദ്യം ബി എ ആയി, പിന്നെ ബി എന്ന് 0 to ഫ്ലക്സ്, ഇനീഷ്യൽ ഫ്ലക്സ് ബി എന്ന് എടുത്താൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലക്സ് 0 ആവും. സോ അതിൽ നിന്ന് 3/2 വോൾട്ടായി. 90 to 180 അതേപോലെ 0 എന്ന് പിന്നെയും മാക്സിമമായി. അപ്പോൾ അതുകൊണ്ട് 3/2 വോൾട്ടായി. പിന്നെ 180 to 270 ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ അത് ബാക്കി 180 to 270, 270 to 360 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ അതുകൊണ്ടാണ് ആദ്യത്തെ +3/2 +3/2, രണ്ടാമത്തെ 3 4 -3/2 -3/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെർട്ടിക്കൽ റിംഗ് ഓഫ് റേഡിയസ് ആർ. നമുക്കറിയാം ഇതൊരു കണ്ടക്ടർ ഇങ്ങനെയാണ്, അത് ഇങ്ങനെ ഒരു വെലോസിറ്റി പോണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഇത് എ സി ഫ്രീ എൻഡ് ആണെങ്കിൽ യു ടേക്ക് ദി ഇഫക്റ്റീവ് ലെങ്ത് ടു ബി ദ ലെങ്ത് ഈസ്. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ റിംഗ് ഓഫ് റേഡിയസ് ആർ. അപ്പോൾ ഫുൾ റിംഗ് ആണെങ്കിലും ഇറ്റ് ഫോൾസ് വെർട്ടിക്കലി. ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 2 വെർട്ടിക്കൽ റെയിൽസ് ജോയിൻഡ് അറ്റ് ദ ടോപ്പ്. സോ ദാറ്റ് മീൻസ് ഇവിടെ ക്ലോസ്ഡ് അല്ല. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് എടുക്കുന്നത് ഇവിടെയാണ് കോൺടാക്ട്. ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് അല്ല. അപ്പം ഫുൾ റിംഗ് ഇങ്ങനെ അല്ല, ഈ പോയിന്റും ഈ പോയിന്റ് എയും സിയും. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് ഇതാണ് എൽ. സോ റേഡിയസ് ആർ, റേഡിയസ് ആർ ആണ് വെർട്ടിക്കൽ റിംഗ് ഓഫ് റേഡിയസ് ആർ. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 2r. അപ്പോൾ ലെങ്ത് 2r, ഫോളിങ് വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ വെലോസിറ്റി v താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ, b ഇൻ ടു ദ പേപ്പർ, v താഴോട്ട്, ലെങ്ത് ഇങ്ങോട്ട്, എല്ലാവരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എൻ്റെ പടത്തിൽ ഐദർ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ചെയ്യാം, അല്ലെങ്കിൽ എലോങ് വി ക്രോസ് ബി. അപ്പോൾ എൻ്റെ ഫിഗറിൽ വി താഴോട്ട്, അപ്പം ഞാൻ അതിനെ -j ക്രോസ് ബി അകത്തോട്ട് -k. അപ്പോൾ ഇറ്റ് ഈസ് +j ക്രോസ് k എന്ന് പറയുമ്പോൾ +i. ദാറ്റ് മീൻസ് എക്സ് ആക്സിസ്. സോ ദിസ് ബാറ്ററി എ സി ഞാൻ അതിനെ ഇങ്ങനെ ഇടാം. ഇതാണ് എ സി. E എന്ന് പറയുന്നത് b ഇൻറ്റു 2r ഇൻറ്റു വി. അണ്ടർസ്റ്റുഡ്? ഇനി റിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആണ് ബിഗാർ. വെർട്ടിക്കൽ റിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആണ് ബിഗാർ. ഇവിടെ എന്താണ് പറ്റണത്? ഇതിവിടെ ബാറ്ററി ആയി. സോ ദ സ്റ്റോറി ഈസ് നൗ എ സി, ഇതിവിടെ ഒരു ബാറ്ററി ആയി. ഇനി ആ റിങ്ങിൻ്റെ ഒരു ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് r/2, ഈ ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസും r/2. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് r. സോ r/2 പാരലൽ r/2, r/2 parallel r/2 becomes r/4. So what is the current in the section? Current in the section. അപ്പോൾ ഓരോ ഭാഗത്തിൻ്റെയും കറണ്ട് എത്ര? So I is equal to total current coming from the battery V by R. അല്ലേ? Total EMF divided by effective resistance. This is the total current from the battery. So E is B into 2R into V
divided by R by 4, 4 ഇവിടെ പോകും. അപ്പോൾ 8BRV divided by resistance. 8BRV divided by resistance. Okay, so that is the story. Clear? So effective resistance in the circuit. Another question. Conducting wire is placed in a magnetic field. Magnetic field directed into the paper. Magnetic field is increasing at a constant rate. Increasing. Inward magnetic field increasing. Inward magnetic field increasing ആകുമ്പോൾ induced current will flow in a direction to opposes the inward magnetic flux. Increasing inward magnetic flux in opposite. That means it will produce a magnetic field in the outward direction. So produces magnetic field outward. Magnetic field outward എന്ന് പറയുമ്പോൾ current anti-clockwise. Current anti-clockwise. Okay. ഇനി the loopന്റെ shape is such that ഒന്നിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇട്ടാൽ ഇപ്പോൾ ഇവിടെ കറണ്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇട്ടാൽ ഇവിടെ ക്ലോക്ക് വൈസ് വരും. അപ്പോൾ എന്തുവാണ് നെറ്റ് ഫ്ലക്സ് ആൻറ്റി ക്ലോക്ക് വൈസ് വരണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ ആണ് കൂടുതൽ, ഇതിൻ്റെ ഏരിയ കുറവാണ്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് ക്ലോക്ക് വൈസ് ഇട്ടാൽ നെറ്റ് ഫ്ലക്സ് ഇസ് ഗോയിങ് ടു ബി ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്. അതുകൊണ്ട് ഇതാണ് ഡയറക്ഷൻ. തിരിച്ചിട്ടാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇട്ടാൽ ഇത് ക്ലോക്ക് വൈസ് വരും, പക്ഷേ ഇതിൻ്റെ ഏരിയ ആണ് കൂടുതൽ. സോ അതിൻ്റെ ഫ്ലക്സ് ആണ് ഡോമിനേറ്റ്. So that's why, so direction is D to C and B to A. അതായത് DCBAD വരും. So that's a question. Choice 4. അടുത്ത question 15. In the circuit shown in figure, conducting wire HE moved with a constant speed towards left. അപ്പോൾ it's a conductor of length L moving with a velocity V. Magnetic field into the paper. Induced EMF is going to behave like a battery BLV. Direction ആവശ്യമില്ല, എന്നാലും ഡയറക്ഷൻ ആണെങ്കിൽ ഒന്നീ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ എലോങ് V ക്രോസ് B എന്ന് പറയുമ്പോൾ എൻ്റെ V എന്ന് പറയുമ്പോൾ -I ക്രോസ് -K പ്ലസ് I ക്രോസ് K IJK. I ക്രോസ് K എന്ന് പറയുമ്പോൾ -J എന്ന് പറയുമ്പോൾ താഴോട്ട്. സോ ഈ ഫിഗറിൽ ഇതാണ് BLV. ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതെന്താണ് കോൺസ്റ്റന്റ് സ്പീഡ്. സോ ദാറ്റ് മീൻസ് ഇൻഡ്യൂസ്ഡ് EMF is a constant. So the current induced also is a constant. Constant current ആകുമ്പോൾ കപ്പാസിറ്റർ ബിഹേവ്സ് ലൈക്ക് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ. എന്തുകൊണ്ട് നമുക്കറിയാം കപ്പാസിറ്റേറ്റീവ് റിയാക്റ്റൻസ് 1/C ഒമേഗ. ഇത് DC സോഴ്സാണ്, ഒമേഗ 0. അപ്പോൾ ഇത് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൽ കൂടെ കറണ്ട് പോവില്ല, ഇത് ഫുൾ കറണ്ട് ഇവിടെ കൂടെ പോകണം. സോ ദാറ്റ് മീൻസ് ഇതിൽ കറണ്ട് 0. സോ കറണ്ട് ഇൻ HKDE എന്ന് പറഞ്ഞാൽ ഇതിലെ കറണ്ട് 0. അടുത്ത ക്വസ്റ്റ്യൻ. An electron has a circular path of radius തന്നിട്ടുണ്ട് perpendicular magnetic field. So if the electron is entering a magnetic field which is in right angles to its motion, it moves in a circle so that QVB is converted to centripetal force mv squared by r, or r is equal to mv divided by qb. ഈ തിയറിയാണ്. സോ ഇവിടെ നിന്ന് v എന്ന് പറയുന്നത് qbr by m. QBR divided by M. ഇവിടെ ഇലക്ട്രോൺ ആണ്. 1.6 into 10 raised to -19. മാഗ്നറ്റിക് ഫീൽഡ് 10 raised to -3. റേഡിയസ് 0.01 10 raised to -2. Mass of the electron 9.1, approximately 9 into 10 raised to -31. So 1.6 by 9 -19 -22 -24 plus 31. Upper 7. 1.6 by 9 into 10 raised to 7. അല്ലെങ്കിൽ 16 by 9 into 10 raised to 6. 16 by 9, 1.7 something into 10 raised to 6. Choice 2.
choice 2. Okay. Next question. A metal disc of radius A rotates with constant angular velocity. Disc. That means full material aanagathu. PD between the center and the rim of the disc. അപ്പോൾ ഇവിടെ ഇത് കറങ്ങാൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പി ഡി കാണണം. അപ്പോൾ പി ഡി ഉണ്ട്, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ മെറ്റൽ ഡിസ്ക് കൺസിസ്റ്റ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. Electric field ഉണ്ടെങ്കിൽ force on each electron is given by F is equal to QE, that means E into E. This force is converted to centripetal force mr omega squared. ഞാൻ at a distance x ൻ്റെ കാര്യം പറയും. അപ്പോൾ ഓരോ പാർട്ടിക്കിളും കറങ്ങിയാണ്, ഡിസ്ക്കാണ്, എല്ലാം പാർട്ടിക്കിൾസ് ആണ്. സോ എം എക്സ് ഒമേഗ സ്ക്വയർ റൊട്ടേറ്റിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ സെൻറ്റർ is mx omega square divided by E. They have asked to find out PD. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ മൈനസ് ഡി വി ബൈ ഡി ആർ. അപ്പോൾ ഡി വി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി വി ഇ ഡി ആർ. സോ ഡി വി ഈസ് ടോട്ടൽ വോൾട്ടേജ്, ദറ്റ് ഈസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ്, ഈസ് ഗിവൺ ബൈ ഇൻറ്റഗ്രൽ ഇ ഡി ആർ. ഇവിടെ നമ്മൾ എക്സ് ആണ് എടുക്കുക. So integral E dx, x is varying from, ഇവിടെ x is equal to 0, radius r ആണ്, to x is equal to r. So it is x is equal to 0 to x is equal to r. ഏത്? What is E? m omega square divided by small e x dx. Integration of x dx, x squared by 2 from 0 to r, upper r squared by 2. So it becomes m omega squared by E r squared by 2. m omega squared, ഇവിടെ radius എന്ന് പറയുന്നത് a ആണ്, radius a. So it becomes m omega squared a squared divided by 2. m omega squared a squared, choice 3. Okay. അടുത്ത question 18. Conducting rod AB, length 1 meter. Rod ഇതാണ്, പക്ഷെ velocity makes an angle 30 degree. So rod AB, length 1 meter. എനിക്ക് റോഡിൻ്റെ ലെങ്തും വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഏതായാലും ഇൻ ടു ദ പേപ്പറാണ്. അപ്പോൾ ഈ വെലോസിറ്റി കമ്പോണൻറ്റ് കാണണം. So that is either V, so this will become V sin 30. V is 4, but 4 into 1 by 2. So നമ്മുടെ velocity എന്ന് പറഞ്ഞാൽ 2 meter per second. അപ്പോൾ വെലോസിറ്റിയും ലെങ്ത് ഓഫ് ദ റോഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ പി ഡി ഇപ്പം ഇനി നോക്കാം. വെലോസിറ്റി ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. സോ either Fleming's right hand rule അല്ലെങ്കിൽ along V cross B എന്ന് പറയുമ്പോൾ J cross അകത്തോട്ട് മൈനസ് K is plus K cross J. K cross J is what? I J K. K cross J minus I അല്ലേ? K cross J minus I. മൈനസ് I എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ. Alright, so A is at a higher potential than B. This is positive, this is negative. So VA minus VB. VA minus VB. ഇതിൻ്റെ EMF ആണ്. What is the EMF? VA minus VB. ഇതാണ് induced EMF. BLV. BLV perpendicular. What is BLV perpendicular? BLV perpendicular. Magnetic field എന്ന് പറഞ്ഞാൽ 2. Length of the conductor 1, perpendicular V 2, upper 4. So BLV perpendicular എന്ന് പറയുമ്പോൾ 4 volt. VA minus VB is equal to 4 volt, choice 2. അടുത്ത question. A wire CD of length L and mass M is sliding without friction. So friction ഒന്നുമില്ല, opposing force ഒന്നുമില്ല, on conducting rails. AX and BY. ഇതാണ് കണ്ടക്ടിങ് റെയിൽസ് AX and BY. ഈ റോഡിന് സ്ലൈഡ് ചെയ്യാൻ പറ്റും.
vertical rails ആണ്. അപ്പോൾ vertical motion. So that means ഇതിൻ്റെ ഈ റോഡിൻ്റെ mg vertically down ആണ്, mg താഴോട്ടാണ്. Connected to each other where resistance are. അപ്പോൾ ഈ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ബിഗാറാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പെർപെൻഡിക്കുലർ എന്നേ പറഞ്ഞോളൂ, നമുക്ക് അകത്തോട്ടോ പുറത്തോട്ടോ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിപ്പോൾ അകത്തോട്ട് എടുക്കണം. അപ്പോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. ഇതാണ് കണ്ടക്ടർ സി ഡി, അതിൻ്റെ ലെങ്ത് എൽ ആണ്. ഈ സ്ലൈഡിങ് വിതൗട്ട് ഫ്രിക്ഷൻ, അപ്പോൾ തന്നെ ടെൻഡൻസി താഴോട്ട് വരാനല്ലേ, അപ്പോൾ സ്ലൈഡിങ് വിതൗട്ട് ഫ്രിക്ഷൻ. സോ അഗൈൻ induced EMF, CD behaves like a battery. Induced EMF, Bയും Lയും Vയും perpendicular. Induced EMF BLV. ഇനി ഏതാണ് പോസിറ്റീവ്? അഗൈൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് V ക്രോസ് B. V എന്ന് പറയുമ്പോൾ താഴോട്ട് മൈനസ് J ക്രോസ്, നമ്മളിപ്പോൾ B അകത്തോട്ട് എടുത്തു മൈനസ് K. അപ്പോൾ പ്ലസ് J ക്രോസ് K എന്ന് പറയുമ്പോൾ പ്ലസ് I എന്ന് പറഞ്ഞാൽ ദിസ് സൈഡ്. So C ഇങ്ങോട്ടാണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ്. That means D is at a higher potential than C. So this is the battery. ഇനി ഇവിടെ ഒരു ക്ലോസ് സർക്യൂട്ടാണ് ബിഗാർ. സോ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ദാറ്റ് മീൻസ് ആ സി ഡി കണ്ടക്ടറിൽ കറണ്ട് ഇങ്ങനെയാണെന്ന് അർത്ഥം. ഇത് റെസിസ്റ്റൻസ് ആണ്. And current is given by BLV divided by resistance. R is the resistance in the circuit. ബാക്കിയെല്ലാം കണ്ടക്ടിങ് റെയിൽസ് ആണ്, അതിനൊന്നും റെസിസ്റ്റൻസ് ഇല്ല. അങ്ങനെ കറണ്ട് കിട്ടി. ഇനി യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇനി സി ഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ അത് വെർട്ടിക്കൽ ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോളിങ് ഫ്രീലി വിത്ത് A is equal to G. അപ്പോൾ ഇറ്റ്സ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ടുള്ള mg വെയിറ്റ് ഉണ്ടല്ലോ, ഈ റോഡിൻ്റെ താഴോട്ടുള്ള mg മസ്റ്റ് ബി ബാലൻസിങ് ഏതോ ഒരു ഫോഴ്സ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് വരും. എന്തോന്നാണ് മാഗ്നറ്റിക് ഫോഴ്സ്? ഇതൊരു ക്ലോസ് സർക്യൂട്ടാണ്. ഓൾറൈറ്റ്, സി ഡി ഇതാണ്. അപ്പോൾ സി ഡിയുടെ കറണ്ട് ഇങ്ങോട്ട് റൈറ്റിലോട്ട്, കറണ്ട് ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്, കറണ്ട് magnetic field, conductor of length L at right angles to magnetic field experiences a force, magnetic effect. F is equal to I L cross B. Remember, direction of force is given by Fleming's left hand rule. അപ്പോൾ forefinger magnetic field, middle finger direction of current. അങ്ങനെ വയ്ക്കുമ്പോൾ എൻ്റെ തമ്പ് എങ്ങോട്ട് പോയി? മേലോട്ട്. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ട്, mg താഴോട്ട്. അപ്പോൾ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എഫ് എം ജിയും ബാലൻസിങ് ഈച്ച് ആണ്. സോ ദാറ്റ് മീൻസ് ഈ ഭാഗം മാറ്റാൻ പോകണം. എഫ് ഇസ് ബാലൻസിങ് എം ജി. വാട്ട് ഇസ് എഫ്? ഐ എൽ പി ഇസ് ബാലൻസിങ് എം ജി. വാട്ട് ഇസ് ഐ? ബി എൽ വി ബൈ ആർ. സോ ബി എൽ വി ബൈ ആർ പിന്നെ എൽ ബി ഇസ് ഈക്വൽ ടു എം ജി. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി എത്ര എന്നാണ്. അപ്പോൾ വി എന്ന് പറയുമ്പോൾ എം ജി ആർ ഡിവൈഡഡ് ബൈ ഇതെന്താ? ബി എൽ ബി എൽ, ബി സ്ക്വയർ എൽ സ്ക്വയർ. സോ എം ജി ആർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എൽ സ്ക്വയർ. ചോയ്സ് 3. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത 20. 3 identical coils A, B and C. A, B, C are placed with their planes parallel to one another. അപ്പോൾ എല്ലാം facing each other ആണ്. Coil A carries current in the clockwise direction. Coil A carries current in the clockwise direction. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ clockwise, ഇവിടെ clockwise ഇങ്ങനെ, ഇവിടെ നിന്ന് ഒബ്സർവ് നോക്കുമ്പോൾ clockwise. That means magnetic field ഇങ്ങനെ അകത്തോട്ട് B. Clockwise direction. Coil C carries an equal current in the anti-clockwise. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒബ്സർവ് ഇവിടെ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻഡ് കോയിൽ ബി നോ കറണ്ട്. കോയിൽസ് ബി ആൻഡ് സി ആർ ഫിക്സ്ഡ്. കോയിൽ എ ഇസ് മൂവ് ടുവേർഡ്സ് ബി. കോയിൽ എ മൂവ് ടുവേർഡ്സ് ബി. അപ്പോൾ എന്താ വരും? കോയിൽ എ മൂവ് ടുവേർഡ്സ് ബി. സോ അങ്ങനെയാകുമ്പോൾ വാട്ട്സ് എ ഡയറക്ഷൻ ഓഫ്? സോ എ ഇങ്ങോട്ട് വരും. ദാറ്റ് മീൻസ് ഈ ഇങ്ങോട്ടുള്ള ഫീൽഡ് കൂടും. സോ ഇതും ഇങ്ങോട്ട് ഫീൽഡാണ്. അപ്പോൾ ഇൻഡ്യൂസ് കറണ്ട് വിൽ want to oppose the change in magnetic flux, will want to
increase, oppose the increasing magnetic flux. Otherwise, the current in B will be in the anti-clockwise direction. Okay. So direction of induced current in coil B is anti-clockwise direction. At the question 21, section B ആണ്. An electric PD will be induced between the ends of the conductor. ഇതാണ് conductor. Say AC. AC is a conductor and a length L. Magnetic field, north pole and south pole. Magnetic field from north to south. North pole ഇവിടെ, south pole ഇവിടെ. External magnetic field ഇവിടെ. Conductor is kept perpendicular to magnetic field. Okay. അപ്പോൾ ഇത് conductor. This is the length. കാണാലോ. So this is the length of the conductor. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. Magnetic field ഇങ്ങനെ. That is, ഈ പെന്നാണ് magnetic field. B perpendicular to L. EMF induced ആവണമെങ്കിൽ ബിയും എല്ലും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ പോകണം? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഈ പെന്നാണ്. കണ്ടക്ടറിൻ്റെ നീളം എൻ്റെ പേപ്പറിൻ്റെ നീളമാണ്. അതുകൊണ്ട് മോഷൻ വെലോസിറ്റി എങ്ങോട്ടായിരിക്കണം? മേലിലോട്ട്. മേലിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് എമ്മിലോട്ട്. സോ ഇറ്റ് ഷുഡ് മൂവ് ഇൻ എ ഡയറക്ഷൻ അലോങ് എം. So that means magnetic field എൻ്റെ പേന, കണ്ടക്ടറിൻ്റെ നീളം ഈ പേപ്പർ, വി പെർപെൻഡിക്കുലർ. അപ്പം 3 പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ. മുകളിലോട്ടോ താഴോട്ടോ? താഴോട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് ഷുഡ് മൂവ് ഇൻ ദ ഡയറക്ഷൻ എം. അടുത്ത ക്വസ്റ്റ്യൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ di/dt is 500 ampere per second. At the instant the key is pressed. At the instant the key is pressed എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെൻ ദ കീ ഇസ് പ്രസ് കറണ്ട് ഇസ് ഗ്രോയിങ്. ഓക്കെ. അപ്പോൾ ഇൻക്രീസിങ് കറണ്ട് എന്നർത്ഥം. ഇൻക്രീസിങ് കറണ്ട് പെർ സെക്കൻഡ് ആണ് 500 ആംപിയർ. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്കറിയാം ഇൻഡക്ടർ ഓൾവേസ് ഒപ്പോസസ് ദ ചേഞ്ചിങ് കറണ്ട്. അപ്പോൾ ഇ എൽ ബേസിക് ഫോർമുല ഇസ് -L ഇൻറ്റു di/dt, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് L ഇൻറ്റു di/dt. എൽ ഇൻഡക്ടറിൻ്റെ എൽ 10 mH, 10 ഇൻറ്റു 10⁻³ di/dt 500. 3 0, അപ്പം 5 വോൾട്ട്. ഇനി ഇത് എങ്ങനെയാണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്? നൗ സി, ഇത് ബാറ്ററിയാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഈ കീ ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെയാണ് കറണ്ട്. അപ്പോൾ ഈ കറണ്ട് കീ ക്ലോസ് ചെയ്യും. ഇത് കറണ്ട് ഇൻക്രീസിങ് അറ്റ് ദാറ്റ് റേറ്റ്. അപ്പോൾ കറണ്ട് ഇൻക്രീസിങ് അറ്റ് ദാറ്റ് റേറ്റ് ആകുമ്പോഴത്തേക്ക് EL will oppose the increasing current. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് EMF ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. EL ഷുഡ് ബി ലൈക്ക് ദിസ് ബിക്കോസ് കറണ്ട് ഇങ്ങനെയാണ്. സോ ദിസ് വിൽ ഗോ, ഇത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. Understood? It opposes the increasing current. Increasing എന്ന് മനസ്സിലായ എങ്ങനെയെന്ന് വെച്ചാൽ at the instant the key is pressed. അപ്പോൾ ഗ്രോയിങ് കറണ്ട്. അപ്പോൾ ഇൻക്രീസിങ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ EMF ഷുഡ് ബി ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. ELൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 വോൾട്ട്. അപ്പോൾ നമ്മുടെ കണക്ക് ഇത് 60 വോൾട്ട്. EL എന്ന് പറയുന്നത് ഇത് 5 വോൾട്ട്. ഇത് EL ആണ്. പിന്നെ ബാക്കി ഒരു 55 ഓം. What is the current through the circuit? അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഇത് +60, ഇങ്ങോട്ട് വരുമ്പോൾ -5. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് +60 -5 55 വോൾട്ട്. റെസിസ്റ്റൻസ് 55 ഓം. അപ്പോൾ കറണ്ട് 1 ആംപിയർ. സോ കറണ്ട് ഇൻ ദ സർക്യൂട്ട് 1 ആംപിയർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ ലോങ് സോളിനോയിഡ് ഹാസ് 1000 turns. Long solenoid 1000 turns. When a current of 4 ampere flows through it. അപ്പോൾ കറണ്ട് 4 ampere. Magnetic flux linked with each turn ആണ് തന്നിരുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ N∅ is equal to Li. നമ്പർ ഓഫ് ടേൺസ് 1000, 10⁻³ ഓരോ ടേണിൻ്റെ ഫ്ലക്സ് ആണ് 4 × 10⁻³ L അറിഞ്ഞുകൂടാ. കറണ്ട് 4. ദാറ്റ്സ് ഓൾ. N∅ is equal to Li. അപ്പോൾ 4 and 4 വെട്ടിപ്പോയി. N∅ N1000. അപ്പോൾ 10⁻³ 10⁻+3 പോയി. 4 ഉം 4 ഉം പോയി. അപ്പോൾ L is equal to 1 ×
choice 4. Another question. Figure shows part of a complete circuit. Circuit വേറെ ഉണ്ട്, അതുകൊണ്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യണം. കറണ്ട് ബി എന്ന് എയിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. At the instant shown, current I is 2 ampere and is decreasing at the rate. അപ്പോൾ ഇവിടെ ഈ EL-ന് ബാറ്ററി വരയ്ക്കണം. സോ കറണ്ട് ബി നിന്ന് ഇങ്ങോട്ട് വരുന്നു, കറണ്ട് ഇങ്ങോട്ട് വരുന്നു. കറണ്ട് ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ കറണ്ടിൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ EL ഇങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഇങ്ങനെ വരണം. ഇതാണ് EL, ഇങ്ങനെ. EL-ൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് L into di/dt. L 1 mH 10 raised to minus 3, di/dt 2 into 10 raised to 3. അപ്പോൾ ആൻസർ 2. അപ്പോൾ EL-ൻ്റെ വാല്യൂ 2. ദാറ്റ് മീൻസ് ഇതിന് പകരം ഐ വിൽ ഡ്രോ എ ബാറ്ററി ഇങ്ങനെ, EL 2. ഇനി വി ബി എന്ന് വരണം, പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി. എലോങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് പൊട്ടൻഷ്യൽ കുറയും അല്ലേ. അപ്പോൾ നമുക്ക് വി ബി എന്ന് തുടങ്ങാം. വി ബി മൈനസ് ഐ ഇൻ ടു, എല്ലാ റെസിസ്റ്റൻസും സീരീസാണ്, അപ്പോൾ ഒരുമിച്ചെടുക്കാം. സോ 2 + 5 + 3 10. അണ്ടർസ്റ്റുഡ്? ഇനി ബാറ്ററീസ് എടുത്താൽ മതിയല്ലോ. ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ്, അപ്പോൾ +2. പിന്നെ പോസിറ്റീവ് ടു നെഗറ്റീവ് -15, നെഗറ്റീവ് ടു പോസിറ്റീവ് +12. ഇതാണ് ബി. ബാക്കി റെസിസ്റ്റൻസ് നമ്മൾ ഒരുമിച്ചെടുത്തു. 3, 5, 10 ഒരുമിച്ചെടുത്തു. ഐൻ്റെ വാല്യൂ 2, ഐൻ്റെ വാല്യൂ 2. സോ വി ബി -20 -20 +2 +12 14. 14 - 15 -1 ആണ് വി പി അല്ലേ. അല്ല, ഇതാരാണ് വി എ, സോറി വി എ. അപ്പോൾ വി ബി -21 ആണ് വി ബി. സോ വാട്ട് ഇസ് വി ബി മൈനസ് വി എ? അവർ പി ഡിനെ പറഞ്ഞോളൂ, പക്ഷെ വി ബി മൈനസ് വി എ ഇസ് +21. ഇവിടെ പി ഡി ബിറ്റ്വീൻ എ ആൻഡ് ബി 21 വോൾട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A circular coil and a bar magnet are made to move in the same direction. ഒരു സർക്കുലർ കോയിലും ഒരു മാഗ്നറ്റ് രണ്ടുപേരും മൂവ് ചെയ്യണമുണ്ട്. പ്ലേസ് നിയർ ബൈ. കോയിൽ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter in 0.5 seconds. അപ്പോൾ സെയിം ഡയറക്ഷനാണ് രണ്ടുപേരും മൂവ് ചെയ്യുന്നത്. അപ്പോൾ V1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, 1/0.5, ദാറ്റ് ഇസ് 2 meter/second. മാഗ്നറ്റ് ഓഫ് ഇതിൻ്റെ V2 എന്ന് പറയുന്നത് 2 meter in 1 second, 2 meter/second. എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഒരേ വെലോസിറ്റി, ഒരേ ഡയറക്ഷൻ, സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി 0. റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിലേ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വരൂ, ഇൻഡ്യൂസ് EMF ഉണ്ടാവും. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി 0, അതുകൊണ്ട് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ല, അതുകൊണ്ട് ഇൻഡ്യൂസ് EMF 0. രണ്ടുപേരും ഓപ്പോസിറ്റ് പോയിരുന്നെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി 4 വന്നേനെ, എങ്കിൽ ഇൻഡ്യൂസ് EMF ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 26. 2 കണ്ടക്ടിങ് റിങ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ ആ വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ സെക്ഷനാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ കണ്ടക്ടറിൻ്റെ റേഡിയസ് R-ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഇഫക്റ്റീവ് ലെങ്ത് ഇതാണ് 2R. ദ കണ്ടക്ടർ ഓഫ് ലെങ്ത് 2R. അതിൻ്റെ വെലോസിറ്റി 2. മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ റിങ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അകത്തോട്ടോ പുറത്തോട്ടോ വരയ്ക്കാം. ഇവിടെ ഫിഗറിൽ അകത്തോട്ട് കാണിച്ചിരിക്കുന്നു, ഇൻറ്റു. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പേപ്പർ. ഇതൊരു കണ്ടക്ടർ. അപ്പോൾ ദിസ് ഈസ് ഈ കണ്ടക്ടറിൻ്റെ EMF. രണ്ടാമത് വരച്ചാൽ this is going to behave like velocity ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. അപ്പോൾ V × B എടുത്താൽ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ -I ക്രോസ് അകത്തോട്ട് -K, അപ്പം +I × K. ഓക്കെ, IJK. I × K എന്ന് പറയുമ്പോൾ -J എന്ന് പറയുമ്പോൾ താഴോട്ട്.
അപ്പോൾ ദിസ് ഇസ് ഇക്വലൻറ്റ് ടു നെഗറ്റീവ് പോസിറ്റീവ്. ഇതാണ് E1. E1-ൻ്റെ വാല്യൂ BLV. E1 is equal to B into length 2R, velocity 2V. അപ്പോൾ 4BR. ഇതാണ് E1. അതവിടെ നിൽക്കട്ടെ. ഇതാണ് E1. സിമിലർലി മറ്റേയാൾ റൈറ്റിലോട്ടാണ്. സോ റൈറ്റിലോട്ട് ഇതേപോലെ ഡയറക്ഷൻ എടുക്കാം. പിന്നെ ഇതിൻ്റെ വേറെ എവറിത്തിങ് ഇസ് ദ സെയിം. ബി അകത്തോട്ട്, വെലോസിറ്റി മാത്രം റൈറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് വരും അല്ലേ? വിരൽ വെച്ച് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ബി ക്രോസ് ബി എടുത്ത് നോക്കിക്കോളൂ. ഇതാണ് E2 ബി ആണ്. ലെങ്ത് റേഡിയസ് 3R. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് 6R. വെലോസിറ്റി B 6BR. ഓക്കെ. ഇനി ഈ ഹയസ്റ്റ് പോയിന്റ്സ് ഓഫ് ദ റിങ്സ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ സം V2 എന്ന് വിളിക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 എന്ന് വിളിച്ചാൽ ഇവിടെ എന്താ V2 പ്ലസ് ആണ്, ഇവിടെ V1 മൈനസ് ആണ്. അപ്പോൾ V2 മൈനസ് V1 എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ ചെയ്യാൻ പോകണോ? പ്ലസ് 6BRV മൈനസ് 4BR. അപ്പോൾ ആൻസർ ബിക്കംസ് 10BRV. Choice 4. Okay, good question. Clear? അടുത്ത question. Transformer. Transformer has 100 turns in the primary. അപ്പോൾ number of turns in the primary 100. അപ്പോൾ carries. അപ്പോൾ primary IP 8 ampere. Input power 1 kilowatt, 1000 watts. എഫിഷ്യൻസി ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു EP IP അറിയാം. അപ്പോൾ EP എന്ന് പറയുമ്പോൾ ഇൻപുട്ട് പവർ 1000 ഡിവൈഡഡ് ബൈ 8 EP. ഇനി ട്രാൻസ്ഫോർമർ ഹാസ് 100 ടേൺസ് ഇൻ ദ പ്രൈമറി. അപ്പോൾ EP അറിയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി NP അറിയാം. NS എത്ര? ES 500. Okay. So from there ES by EP is equal to NS by NP. ES by EP is equal to NS divided by NP. ES 500. EP 1000 by 8. 8 മോളിപ്പോൾ. NS അറിഞ്ഞൂടാ. NP 100. So 500-ഉം 1000-ഉം 2i, 2-ഉം 8-ഉം 4i. So NS is equal to 400 turns. So answer 400 turns, choice 4. Okay. Next question, 28. An ammeter is obtained by shunting a 30 ohm galvanometer with a 30 ohm resistance. അപ്പോൾ ഓൾറെഡി ഒരു അമീറ്റർ ഉണ്ട്. ആ അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ Gയും Sഉം പാരലാണ്. ഷണ്ട് ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ ടു എ ഗാൽവനോമീറ്റർ. സോ GS by G plus S. സോ 30 പാരലൽ 30 എന്ന് പറയുമ്പോൾ നമുക്ക് 15 ohm എന്ന് എടുക്കാം. ഇതാണ് ഇപ്പോഴത്തെ അമീറ്റർ. So that means this ammeter is behaving like a galvanometer whose resistance is 15 ohm. Understood? ഇപ്പോൾ G dash ആണ്. കാരണം ഇനി ഏത് ഷണ്ട് ഇട്ടാലാണ് റേഞ്ച് ഡബിൾ ആവണം. ദാറ്റ് മീൻസ് കറണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കറണ്ട് IG ഉണ്ട്, റേഞ്ച് ഡബിൾ ആവണമെന്ന് പറഞ്ഞാൽ I want I to be 2IG, അല്ലെങ്കിൽ I by IG is equal to 2 എന്ന് വേണം. അണ്ടർസ്റ്റുഡ്? ഇതാണ് ഇപ്പോഴത്തെ ഗാൽവനോമീറ്റർ. എനിക്ക് പുതിയ ഷണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഷണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫ്രം ദ ഫോർമുല, ബേസിക് ഫോർമുല IG ഇൻറ്റു G, ഇവിടെ G ഡാഷ് ആണ്, ഈസ് ഈക്വൽ ടു I മൈനസ് IG ഇൻറ്റു പുതിയ ഷണ്ടാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അതിൽ I by IG എന്നിട്ടാൽ you get the formula S dash is equal to G by N minus 1. You know that formula. That is S dash is IG into G by I minus IG. G by I by IG minus 1 വരും. I by IG നെ N എന്ന് വിളിക്കുന്നു.
So S dash is G by N minus 1. ഇപ്പോഴത്തെ G എന്ന് പറഞ്ഞാൽ G dash ആണ്. അതായത് ഓൾറെഡി ഷണ്ട് ഇട്ട് അതൊരു ഗാലനോമീറ്റർ ആയിട്ട് ഇരിക്കുകയാണ്. ആ ഗാലനോമീറ്ററാണ് 15. N എന്താണ്? I by IG. അതിനെ റേഞ്ച് ഡബിൾ ആക്കണം എന്ന് പറഞ്ഞാൽ N is equal to 2. So that means 2 minus 1. അപ്പോൾ ആൻസർ എത്രയാണ്? 15 ഓം. അപ്പോൾ ഇപ്പോൾ ഇട്ട എക്സ്ട്രാ ഷണ്ട് 15 ഓം ആണ്. ഓൾറെഡി ഇത് എക്സ്ട്രാ ഷണ്ടാണ്. ഓൾറെഡി ബിക്കോസ് ആദ്യത്തെ ഷണ്ട് കൂടെ വെച്ചിട്ട് അത് ഒരു ഗാൽവനോമീറ്റർ ആയിട്ട് എടുത്തിട്ടാണ് രണ്ടാമത്തെ ഷണ്ടിൻ്റെ കഥ പറയുന്നത്. സോ ആൻസർ ഇസ് 15 ഓം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ. എ സ്ക്വയർ മെറ്റൽ വയർ ലൂപ്പ്. അതിൻ്റെ സൈഡും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഇതൊരു മെറ്റൽ കണ്ടക്ടറാണ്. ദാറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇഫക്റ്റീവ് ലെങ്ത് ഇതാണ്. എന്നുവെച്ചാൽ വെലോസിറ്റിയുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത്. ആ ലെങ്ത് സൈഡ് ഓഫ് ദ സ്ക്വയർ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എൽ ഇസ് 10 സെൻറ്റിമീറ്റർ. എൽ ആണ് ഓൾറെഡി. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് കാണിച്ചിട്ടുണ്ട്. That means B perpendicular L. So induced EMF BLV. B എന്ന് പറയുന്ന 2. ലെങ്ത് 10 സെൻറ്റിമീറ്റർ, ദറ്റ്സ് 0.1 മീറ്റർ. വെലോസിറ്റി അറിഞ്ഞൂടാ, V0. സോ 0.2 V0 ആണ് ഇൻഡ്യൂസ്ഡ് EMF. ഓൾറൈറ്റ്, ഇനി ഡയറക്ഷൻ നോക്കിയാൽ എലോങ് V ക്രോസ് B. ആവശ്യമില്ല ഇവിടെ. I ക്രോസ് B അകത്തോട്ട് -K പ്ലസ് K ക്രോസ് I എലോങ് J. സോ എന്ന് പറഞ്ഞാൽ V റൈറ്റിലോട്ട്. So you have a battery here. So conductor in the length, velocity, magnetic field അകത്തോട്ട്. So it is right hand rule. 4 finger magnetic field, പിന്നെ thumb motion, അപ്പോൾ middle finger overload. So that means അല്ലെങ്കിൽ V cross B എടുക്കാം. So E is ഇത് E. So that battery is 0.2 V0. ഇനി ഇതോ, അത് പോയി ഒരു ഇതെന്താണ്? ദിസ് ബാറ്ററി ഇവിടെ, ദിസ് ഇസ് എ വീറ്റ്സൺസ് ബ്രിഡ്ജ്. അത് നോക്കൂ, വീറ്റ്സൺസ് ബ്രിഡ്ജ്. ഇവിടെ ഇത് ഇവിടെ കയറി കറണ്ട് ഇങ്ങോട്ട് കയറി 3 ohm, 3 ohm, 3 ohm, 3 ohm. നടുക്കലത്തെ ആം ഇൻഎഫക്റ്റീവ് ബിക്കോസ് ഇറ്റ്സ് എ ബാലൻസ് വീറ്റ്സൺസ് ബ്രിഡ്ജ്. സോ ഇറ്റ് ഇസ് ലൈക്ക് ദിസ് ഇസ് എ ബാറ്ററി ആൻഡ് ഇവിടെ 3 ohm, 3 ohm, 3 ohm, 3 ohm. നടുക്കല നോക്കണ്ട, ബാലൻസ് വേണ്ട. അപ്പോൾ എല്ലാ ഐഡൻറ്റിക്കൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ 3ഉം 3ഉം സീരീസിൽ 6 പാരലൽ 6 3. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ohm. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ സ്ക്വയർ മെറ്റൽ ഹാസ് എ റെസിസ്റ്റൻസ് 1 ohm. സ്ക്വയർ മെറ്റൽ ഹാസ് എ റെസിസ്റ്റൻസ് 1 ohm എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് തന്നാൽ അത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി ആയിട്ട് എടുക്കണം. സോ ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 1 ohm. ഇവിടുത്തെ എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് 3 ohm. ബാലൻസ് വീറ്റ്സൺസ് ബ്രിഡ്ജ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഇസ് 4 ohm. ഇനി current 1 mA. So I is equal to EMF divided by total resistance, big R plus small r. Current 1 mA, 10 raised to -3. EMF and the T 0.2 V0 divided by big R plus small r, 3 plus 1, 4. So what is V0? V0 is 4 into 10 raised to -3. 0.2 നെ 2 into 10 raised to -1 എന്ന് ഇടാം. അപ്പോൾ 2 into 10 raised to -2 meter per second. That means 2 centimeter per second. So the steady current ആകുമ്പോഴത്തേക്ക് the velocity with which that metal thing was moving is 2 centimeter per second. Okay. അടുത്തത് last question, number 30. Step down transformer transforms a supply voltage of 220 volt. Step down transformer. Primary coil 220 in a step down. That means EP 2200 volt.
Step down എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്മോളർ ദാൻ ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ട്. പ്രൈമറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 5000 ആണ്. എഫിഷ്യൻസി 90%. Efficiency and power transmitted. Efficiency is 90%. Okay. പക്ഷേ എഫിഷ്യൻസി ആവശ്യമില്ല. എന്തുകൊണ്ട്? ES/EP is equal to NS/NP. That's all. ESഉം EP ഉണ്ട്. അപ്പോൾ ബാക്കി പവറും എനിക്ക് വേണ്ട. I only want number of turns in the secondary. അതുകൊണ്ട് ബാക്കി ബോധനല്ല. Efficiency, number of turns ആയിട്ട് ബന്ധമില്ല. It's always ES/EP is equal to NS/NP. So ES/EP is equal to NS/NP. ES 220, EP 2200. അപ്പോൾ that means അത് 1/10I is equal to NS അറിഞ്ഞൂടാ, NP 5000. അപ്പോൾ NS becomes 5000/10, 500 turns. So answer choice. So these are the questions. Relatively simple questions ആണ്. മനസ്സിലായോ? I hope all of you have done well. All the best. Thank you.